ഇന്നും മഴ കനക്കുമെന്നാണ് വിവരങ്ങൾ. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ടയിൽ അതീവ ജാഗ്രത. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മൂഴിയാർ ഡാം തുറക്കും എന്ന സൂചന. കേരളത്തിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ ശമനം പറയാൻ സാധിക്കുമെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും നാശനഷ്ടങ്ങളും തുടരുക തന്നെയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം തുടങ്ങി 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് മറ്റു വിവരങ്ങൾ. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ ശക്തമായത്. കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും നിർദ്ദേശമുണ്ട്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള 6 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡാമുകൾ ഇവയാണ്: മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയും പ്രവചിക്കുന്നു. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 11 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിൽ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ രാത്രി പെയ്ത ശക്തമായ മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കട്ടപ്പന, കുമളി സംസ്ഥാന പാതയിലും മണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും ഗതാഗതം ഭാഗികമാണ്. നേരിമംഗലം, അടിമാലി പാതയിൽ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴ മുന്നറിയിപ്പ് കാണിക്കുന്നതുവരെ അടച്ചിടും. കല്ലാർകുട്ടി, പാമ്പള, കല്ലാർ ഡാമുകൾ നിലവിൽ തുറന്നു. ഇരട്ടയാർ ഡാമിൽ റെഡ് അലർട്ടാണ്. മഴ ശക്തമായി തുടരുന്നതിനാൽ പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും ചേരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ടാണ്. ഡാമിന്റെ വിഷ്ടി പ്രദേശങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്നതിനാൽ ഷട്ടറുകൾ ഏതു സമയം തുറന്നേക്കാം എന്നാണ് അറിയിപ്പ്. ഇത് കക്കാട്ടാറിലും പമ്പാ നദിയിലും ജലനിരപ്പ് ഉയരാൻ കാരണമാകും എന്നതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാന്നി, കോഴഞ്ചേരി, ആറന്മുള, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളം കയറാൻ സാധ്യത ഉള്ളതിനാൽ ആളുകളോട് മാറി താമസിക്കാൻ ഭരണകൂടം അറിയിച്ചു. കോട്ടയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പാല, ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം എത്തിയതോടെ നഗരമേഖലകളിൽ ദുരിതം ഇരട്ടിയാണ്. എറണാകുളം ജില്ലയിൽ കാറ്റും മഴയും തുടരുന്നു. മൂവാറ്റുപുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രം ഇപ്പോഴും ഭാഗികമായി വെള്ളത്തിനടിയിലാണ്. ജില്ലയിൽ നിലവിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും മഴക്കാലത്ത് എപ്പോഴും പറയാറുള്ളത് പോലെ യാത്രകളിൽ ജാഗ്രത പാലിക്കുക. നടന്നു പോകുന്നവരാണ് എങ്കിലും വാഹനങ്ങളിൽ പോകുന്നവരാണ് എങ്കിലും ജാഗ്രത പാലിക്കുക. നമ്മുടെ സ്വയരക്ഷ എന്നതിനൊപ്പം തന്നെ നിരത്തുകളിൽ യാത്ര ചെയ്യുമ്പോൾ, നിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ, നിരത്തുകളിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾക്കും അതുപോലെ യാത്രക്കാർക്കും ഒക്കെ സുരക്ഷ ഉറപ്പാക്കുക. ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. ഓരോ ചുവടും നമ്മൾ വളരെ അതീവ ശ്രദ്ധയോടെ പാലിക്കേണ്ട സമയങ്ങളാണ് ഈ ശക്തമായ മഴയും കാറ്റുമൊക്കെയുള്ള ഈ ഒരു സമയം. പ്രത്യേകിച്ച് ഇടിമിന്നൽ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ ഇരിക്കുന്നവരും വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. എന്തായാലും എല്ലാവരും സേഫായിരിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.